ഹായ് ഹലോ. കാട്ടിലൊക്കെ പോയി വരുമ്പോഴേ ഏട്ടൻ ഇടയ്ക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. എന്താ പറയുക, എന്തെങ്കിലും ഫ്രൂട്ടായിട്ടോ നെല്ലിക്കയായിട്ടോ ചീരയായിട്ടോ ഒക്കെ കൊണ്ടുവരുന്ന. അപ്പോൾ ഈ തവണ കൊണ്ടുവന്ന കാന്താരി മുളകൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഈ തവണ കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ ഒരു ചീര. ഇത് ചീരൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഏട്ടൻ കൂടെ ഉള്ളവരൊക്കെ കൊണ്ടുപോകാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ കൊണ്ടുവരാറില്ല. അപ്പോൾ ഇത്തവണ കൊണ്ടുവന്നത് ഇതിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചുരുണ്ടാണ് ഇരിക്കുന്നത്. ഇല കുറച്ചേ ഉള്ളൂ. ഞാൻ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഇലകളും ആ ചുരുണ്ട ഭാഗവും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിന് ചെറിയൊരു വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനത് കാരണം അതൊന്ന് തിളപ്പിച്ചിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇല തിളപ്പിച്ചിട്ട് ഒന്ന് ഇല മാത്രം എടുത്ത് അതിൻ്റെ കട്ടൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ആവി കയറ്റിയിട്ടായാലും എടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിഷം പോകുന്നതാണ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത്. അപ്പോൾ അല്ല, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്നവരൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇതിൻ്റെ പേര് ചുരുളി എന്നാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത്. ഞാനിത് പാചകം ചെയ്തത് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ വഴറ്റിയെടുത്തു. അതിലേക്ക് ഇതേ ആവി കയറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചുരുളി ഇലയും കൂടെ, അതിൻ്റെ തണ്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അതിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ശേഷം ഇതിലേക്ക് തേങ്ങ, ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ആഡാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഇത് സംഭവം കഴിക്കാൻ നല്ല രസമുണ്ട്. ആ ഒരു പറഞ്ഞ പോലെ വിഷാംശം നമ്മൾ ആ ആവി കയറ്റിയിട്ടോ ഒന്ന് തിളപ്പിച്ചിട്ടോ അതൊന്ന് കട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ചീരേൻ്റെ തോരനാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ഇലയ്ക്ക് എന്നാണ് നോക്കിയപ്പോൾ മനസ്സിലായത്.